ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം റെപ്രസെന്റേഷൻ. പോളാർ ഫോം റെപ്രസെന്റേഷൻ പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അത് നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. എന്താണ് കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം. നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ആർഗന്റ് പ്ലെയിനിൽ റെപ്രസെന്റേറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇസഡ് ഈക്വൽ ടു എക്സ് വൈ എന്ന് പറയുന്ന ആളാണ്. എക്സ് ഇത്, വൈ ഈ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് okay, this particular point is z is equal to x plus iy, and we consider x plus iy, that is z, to be the vector from 0 to this particular point. ഇതാണ് നമ്മുടെ z എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. z എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് ഈ ഒരു particular vector. Okay, and we also know that ഈ വെക്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് മോഡ് z. ഈ വെക്ടറിന്റെ ലെങ്ത് ആണ് മോഡ് z. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. ഇതാണ് നമ്മുടെ എന്താണ് ആർഗന്റ് പ്ലെയിനിലുള്ള ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, യു സി ഈ ഒരു z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഈ ഒരു വെക്ടർ നമ്മുടെ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. സേ തീറ്റ എന്ന ഈ ഒരു ആംഗിൾ കണ്ട, പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഈ പാർട്ടിക്കിൾ ഇസഡ് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, തീറ്റ. ഈ തീറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർഗ്യുമെന്റ് ഓഫ് ഇസഡ്. ആർഗ്യുമെന്റ് ഓഫ് ഇസഡ്. തീറ്റ ഈസ് കോൾഡ് ആർഗ്യുമെന്റ് ഓഫ് ഇസഡ്. ദിസ് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എന്താണ് എക്സ് ആക്സിസ് ആൻഡ് ദ പർട്ടിക്കുലർ ഇസഡ്. കണ്ടല്ലോ, അപ്പൊ ഇതാണ് നമ്മുടെ ആർഗ്യുമെന്റ് ഓഫ് ഇസഡ്. ആൻഡ് വി റെപ്രസെന്റ് mod z is equal to r. mod z equal to r. എന്താണ് നിങ്ങൾക്ക് അറിയാം mod z എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കണ്ടല്ലേ? അപ്പോ ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ തീറ്റയും ആറും വെച്ചിട്ടാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ പുതുതായിട്ട് റെപ്രസെന്റേറ്റ് ചെയ്യാൻ പോകുന്നത്. കോംപ്ലക്സ് നമ്പറിനെ പുതുതായിട്ട് റെപ്രസെന്റേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ തീറ്റയും ആറും വെച്ചിട്ടാണ്. ആൻഡ് ദാറ്റ് റെപ്രസെന്റേഷൻ ഇസ് കോൾഡ് പോളാർ ഫോം. ദാറ്റ് റെപ്രസെന്റേഷൻ ഇസ് കോൾഡ് പോളാർ ഫോം. നമുക്ക് നിങ്ങൾ നോക്കുക, ഈ തീറ്റ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഇത് y ആണല്ലോ. ഈ ഒരു ലെങ്ത് എക്സും ഈ ഒരു ലെങ്ത് വൈയും നിങ്ങൾക്ക് അറിയാം. അപ്പോ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അത് വെച്ച് നോക്കുമ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് y ആണ്. ഹൈപ്പോട്ടന്യൂസ് മോഡ് z ആണ്. മോഡ് z എന്ന് പറഞ്ഞാൽ r എന്ന് എടുത്തിട്ടുണ്ട്, r ആണ്. therefore r നെ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y is equal to r sin theta. y is equal to r sin theta. now നമുക്ക് cos theta നോക്കാം. cos theta എന്താണ്? adjacent side by, adjacent side ഇതാണ് x ആണ് ഇതിന്റെ ലെങ്ത്, by hypotenuse mod z r ആണ്. therefore which is equal to x by r. which is equal to x by r. അപ്പൊ നമ്മൾ എന്താണ് ഈ പർട്ടിക്കുലർ x ന് പകരം x is equal to r നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x is equal to r cos theta. x is equal to r cos theta. ഇതാണ് നമ്മുടെ എക്സിന്റെയും വൈന്റെയും പുതിയ വാല്യൂ, ആർ സൈൻ തീറ്റയും ആർ കോസ് തീറ്റയും. കണ്ടല്ലോ? നൗ നമ്മുടെ കയ്യിലുള്ള എന്താണ്? z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. എക്സിന് പകരം നമുക്ക് ഈ പർട്ടിക്കുലർ വാല്യൂ കൊടുക്കാം, ആർ സൈൻ തീറ്റ ആൻഡ് പ്ലസ് ഐ ഇൻറ്റു സോറി എക്സിന് പകരം ആർ കോസ് തീറ്റയാണ്. സോറി മാറിപ്പോയി. എക്സിന് പകരം ആർ കോസ് തീറ്റയാണ്. x is equal to r cos theta എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. r cos theta പ്ലസ് i ഇൻറ്റു r sin theta. y ക്ക് പകരം r sin theta. therefore which is equal to r നെ ഒന്ന് കോമൺ എടുക്കുമ്പോൾ
ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. Cos theta plus I sin theta, and this is your polar representation of a complex number Z. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ റെപ്രസെന്റേഷൻ ഇതാണ്. കണ്ടല്ലോ എങ്ങനെയാണ് പോളാർ റെപ്രസെന്റേഷൻ എടുത്തത്? Z എന്ന് പറയുന്നത് R, അതായത് ഇസഡിന്റെ ലെങ്ത് ഇൻറ്റു, അതായത് മോഡുലസ് ഇൻറ്റു ആംഗിൾ ബിറ്റ്വീൻ Z ആൻഡ് എക്സ് ആക്സിസ് എടുക്കുക, അത് തീറ്റയാണ്. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇത് ചെയ്യുമ്പോൾ ഇസഡിന്റെ നിങ്ങളുടെ പോളാർ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇസഡിന്റെ പോളാർ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പോളാർ റെപ്രസെന്റേഷനെ കുറിച്ച്. പക്ഷെ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. കണ്ടല്ലോ? അപ്പോ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയ്ക്ക് പകരം ഇ റൈസ് ടു ഐ തീറ്റ കൊടുക്കാം. ഇത് എന്തുകൊണ്ട് വന്നു എന്ന് നിങ്ങൾ പഠിക്കേണ്ട. ഇതൊരു ഫോർമുല എന്നുള്ള രീതിയിൽ സൈഡിൽ എഴുതി വെച്ചേക്കുക. Z is equal to R e raised to I theta എന്നും പോളാർ ഫോമിനെ റെപ്രസെന്റേറ്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഇ റൈസ് ടു ഐ തീറ്റ is equal to cos theta plus I sin theta. Okay, അപ്പോ this is your polar representation of എന്താണ് a complex number. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്താണ് ആറും സൈൻ തീറ്റയും തന്നിട്ടുണ്ടെങ്കിൽ, ആറും തീറ്റയും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സും വൈയും കണ്ടുപിടിക്കാൻ അറിയാം. ആറും തീറ്റയും തന്നിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ഫോർമുലയാണ് എന്താണ് ആറും തീറ്റയും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ എക്സും വൈയും കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ബട്ട് തിരിച്ചുള്ള ഫോർമുല വേണമല്ലോ. എക്സും വൈയും തന്നിട്ടുണ്ടെങ്കിൽ ആറ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതേപോലെ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും. എക്സും വൈയും തന്നിട്ടുണ്ടെങ്കിൽ ഇവരെ തിരിച്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ആ ഫോർമുലയാണ് ദേ ഈ കിടക്കുന്ന. ഒരാൾ എന്താണ് Z is equal to R root of x square plus y square. R root of x square plus y square. എക്സിന്റെ വൈന്റെ വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയി R കണ്ടുപിടിക്കാം. ആൻഡ് തീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അത് നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ തീറ്റ കണ്ടുപിടിക്കാം കേട്ടോ. ഇസഡിന്റെ വാല്യൂ ഒക്കെ അറിയാമെങ്കിൽ പെട്ടെന്ന് തീറ്റ കണ്ടുപിടിക്കാം. സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ് ഒക്കെ എടുത്താൽ മതി. ആറിന്റെ വാല്യൂ ഒക്കെ അറിയാവുന്ന അവസ്ഥയിലായിരിക്കും. പക്ഷെ ഇവരൊരു പ്രത്യേക ഒരു ഫോർമുല പറയുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു tan theta എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഇസ് y by x. Tan theta is equal to y by x. Therefore, theta is equal to tan inverse y by x. Theta is equal to tan inverse y by x. അപ്പോൾ നിങ്ങൾക്ക് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടല്ലോ? ഞാൻ വന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു, എന്താണ് പോളാർ ഫോം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ഫോമുലയെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു എന്ന് മാത്രം. എന്താണ് ആറും തീറ്റയും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് എക്സും വൈയും കണ്ടുപിടിക്കാൻ അറിയാം. ഇനി തിരിച്ച് എക്സും വൈയും തന്നിട്ടുണ്ടെങ്കിൽ ആറും തീറ്റയും നിങ്ങൾക്ക് കണ്ടുപിടിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ് ആണ് ഞാൻ പറഞ്ഞു തന്നത്. എക്സും വൈയും തന്നിട്ടുണ്ടെങ്കിൽ R is equal to root of x square plus y square, and similarly എന്താണ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് y by x. എങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. സിമ്പിൾ ആണ്, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കാര്യം. Now മൂവിങ് ഓൺ. നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനുണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ കോംപ്ലക്സ് നമ്പർ തന്നിട്ട് അയാളുടെ ആർഗ്യുമെന്റ് അഥവാ ആംഗിൾ കണ്ടുപിടിക്കാൻ പറയും. നിങ്ങളോട് പറയും. അതായത് നിങ്ങൾക്ക് എന്താണ് cos theta plus I sin theta, Z is equal to R cos theta plus I sin theta. ഓക്കെ, ഇപ്പൊ Z നിങ്ങൾക്ക് അല്ലാത്ത ഫോമിലാണ് തന്നിട്ടുള്ളത്. Z is equal to x plus IY ഫോമിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇയാളുടെ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കണം. അതാണ് അവസ്ഥ. നിങ്ങൾക്കറിയാമായിരിക്കും ഇസഡും എക്സ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ തീറ്റ. ഇത് നമുക്ക് കോസിന് കൊടുക്കാം, സൈന് കൊടുക്കാം. അപ്പൊ കറസ്പോണ്ടിങ് ഇസഡ് വാല്യൂ കിട്ടും.
പക്ഷേ ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ വീണ്ടും അതേ ആംഗിൾ തന്നെയാണല്ലോ. അതായത് 2π പ്ലസ് തീറ്റ, 2π പ്ലസ് തീറ്റ, അതായത് കോസ് 2π പ്ലസ് തീറ്റ എന്താണ്? കോസ് തീറ്റ തന്നെയാണ്. കോസ് തീറ്റ തന്നെയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സൈൻ 2π പ്ലസ് തീറ്റയും എന്താണ്? സൈൻ തീറ്റ തന്നെയാണ്. അതായത് നിങ്ങൾ ഇവിടെ തീറ്റയ്ക്ക് പകരം 2π പ്ലസ് തീറ്റ കൊടുത്താലും അതേ ഉത്തരം തന്നെ കിട്ടും. അതേ ഉത്തരം തന്നെ കിട്ടും. ഒരു പ്രാവശ്യം കറങ്ങി വന്നപ്പോ. ഇനി ഒരു പ്രാവശ്യം കൂടെ കറങ്ങി വന്നോ? ഒരു പ്രാവശ്യം കൂടെ. അപ്പം തീറ്റ പിന്നെ 2π പ്ലസ് തീറ്റ, 2π പ്ലസ് തീറ്റ ഉണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ കറങ്ങി വരാൻ ഞാൻ പറഞ്ഞു. അപ്പോ 2π പ്ലസ് തീറ്റ, ദാറ്റ് ഇസ് 4π പ്ലസ് തീറ്റ, 4π പ്ലസ് തീറ്റ. അപ്പോഴും കോസ് തീറ്റ തന്നെയല്ല. കറസ്പോണ്ടിങ് സൈൻ 4π പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ തന്നെയല്ല, സൈൻ തീറ്റ തന്നെയാണ്. കണ്ടല്ലോ? അതായത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു കോംപ്ലക്സ് നമ്പർ Z തന്നിട്ടുണ്ട്, കോംപ്ലക്സ് നമ്പർ Z തന്നിട്ടുണ്ട്. എന്നിട്ട് അയാളുടെ ആർഗ്യുമെന്റ് പറയാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ബൈ ചാൻസ് കിട്ടുന്ന ഒരു 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. 30 ഡിഗ്രിയാണ് അയാളുടെ ആർഗ്യുമെന്റ് എന്ന് ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞു വെച്ചു. അങ്ങനെയാണെങ്കിൽ 2π പ്ലസ് 30, അതും അതേ വാല്യൂ തന്നെ കിട്ടില്ലേ? 2π പ്ലസ് 30, അതായത് 360 പ്ലസ് 30 390. അയാളും ആർഗ്യുമെന്റ് അല്ലേ ഇസഡിന്റെ? കാരണം അത് കൊടുത്താൽ മതി, കിട്ടും, തിരിച്ചു കിട്ടും. കോസ് തീറ്റ സൈൻ തീറ്റ അത് തന്നെ തിരിച്ചു കിട്ടും. അതുപോലെ 4π പ്ലസ് തീറ്റ കിട്ടും. ഇനി പോട്ടെ, 2π മൈനസ് 2π പ്ലസ് തീറ്റ, മൈനസ് 2π പ്ലസ് തീറ്റ, മൈനസ് 4π പ്ലസ് തീറ്റ, എല്ലാം ആ വാല്യൂ തന്നെ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാം ആ വാല്യൂ തന്നെ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ഈ 2π ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുമ്പോഴും നമുക്ക് ഈ തീറ്റയുടെ, കോസ് തീറ്റയുടെയും സൈൻ തീറ്റയുടെയും വാല്യൂ ഇങ്ങനെ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കും. അത് സൈനിന്റെയും കോസിന്റെയും പ്രത്യേകതയാണ്. സൈനിന്റെയും കോസിന്റെയും പ്രത്യേകതയാണ്. ദാറ്റ് ഇസ് സൈൻ ആൻഡ് cosine are periodic with period 2π. തീറ്റയുടെ കൂടെ വീണ്ടും 2π ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും സെയിം ഉത്തരം തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് സൈനിന്റെയും കോസിന്റെയും പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ തന്നതിന് ശേഷം ആ കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉത്തരം പറയാൻ പറ്റും. ഇഷ്ടം പോലെ ഉത്തരം പറയാൻ പറ്റും. ഇങ്ങനൊരു പർട്ടിക്കുലർ അവസ്ഥയുണ്ട് നിങ്ങൾക്ക്. ഇങ്ങനൊരു അവസ്ഥയുണ്ട്. നിങ്ങളോട് പറയാണ് ഇസഡിന്റെ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. സേ നിങ്ങൾക്ക് തീറ്റ കിട്ടി, തീറ്റ എന്നാണ് നിങ്ങളുടെ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ 2π പ്ലസ് തീറ്റ, 4π പ്ലസ് തീറ്റ, 6π പ്ലസ് തീറ്റ, 8π പ്ലസ് തീറ്റ എക്സെട്ര ആൻഡ് മൈനസ് 2π പ്ലസ് തീറ്റ, മൈനസ് 4π പ്ലസ് തീറ്റ, മൈനസ് 6π പ്ലസ് തീറ്റ എക്സെട്ര. ഇവരെല്ലാവരും ഇസഡിന്റെ ആർഗ്യുമെന്റ് തന്നെയായിരിക്കും. ഇവരെല്ലാവരും ഇസഡിന്റെ ആർഗ്യുമെന്റ് തന്നെയായിരിക്കും. ഓക്കെ, therefore അവിടെ ഒരു പ്രോബ്ലം വന്നു, അവിടെ ഒരു പ്രശ്നം വന്നു. ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ട് അയാളുടെ ആർഗ്യുമെന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഉത്തരം വരും. ഇഷ്ടം പോലെ ഉത്തരം വരും. പ്രശ്നമാണ്, അവിടെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു അങ്ങനെ ഇഷ്ടം പോലെ ആൻസർ ഒന്നും നമുക്ക് എഴുതാനുള്ള വകുപ്പൊന്നും ഇല്ല. വെറുതെ ഇരുന്ന് എല്ലാം കൂടെ എഴുതിക്കൊണ്ടിരിക്കേണ്ട. നമുക്കൊരു ഇന്റർവെൽ തീരുമാനിക്കാം. അതിനിടയിലുള്ള ആംഗിളിനെ മാത്രം ചൂസ് ചെയ്താൽ മതി. എന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു. ഓക്കെ, ആൻഡ് ദാറ്റ് is known as principal value. Principal value. അതായത് നിങ്ങളോടൊരു പർട്ടിക്കുലർ ഇസഡിന്റെ തീറ്റ കണ്ടുപിടിക്കാൻ പറയുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ -π മുതൽ π വരെ ഇതിനിടയിലുള്ള ആംഗിൾ ഒരെണ്ണം കാണുമല്ലോ, ഒരെണ്ണം കാണും. അതാണ് നിങ്ങളുടെ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇസഡ്. നിങ്ങളുടെ
പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇസഡ് അഥവാ ക്യാപിറ്റൽ ARG ഓഫ് ഇസഡ്. ആർഗ്യുമെന്റ് പ്രിൻസിപ്പൽ ARG ഓഫ് ഇസഡ് എന്ന് നമ്മൾ അങ്ങ് തീരുമാനിച്ചു. അതായത് ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് എടുക്കുമ്പോൾ ഇഷ്ടം പോലെ ഉത്തരം വരുന്നുണ്ട്. ആർഗ്യുമെന്റ് ഓഫ് ഇസഡ് എടുക്കുമ്പോൾ ഇഷ്ടം പോലെ ഉത്തരം വരുന്നുണ്ട്. നമുക്കത് പറ്റത്തില്ല. ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് -π എന്ന് പറയുമ്പോൾ -180 which is equal to -π ആണല്ലോ. -π less than theta less than or equal to π. -180ന്റെയും 180ന്റെയും ഇടയിലുള്ള വാല്യൂസ് മാത്രം തീറ്റയ്ക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എടുക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓർ എൽസ് ARG ഓഫ് ഇസഡ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോ ഞാനിപ്പോ എക്സാമ്പിൾ പറയുന്ന രീതിയിൽ ഇപ്പൊ ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ഉണ്ട്. ഇസഡിന്റെ ഇടയിലുള്ള ആംഗിൾ ഇയാളാണ് തീറ്റ. തീറ്റ എടുത്താൽ മതി. അല്ലാതെ 2π പ്ലസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ അയാൾ പൈനേക്കാൾ വലുതാവും. 180നേക്കാൾ വലുതാവും. 2π എന്ന് പറയുമ്പോൾ 360 ആണ്. 360 പ്ലസ് തീറ്റ. അപ്പൊ അത് പൈനേക്കാൾ സ്വാഭാവികമായിട്ടും വലുതാണ്. അതൊന്നും വേണ്ട. -πയുടെയും പൈയുടെയും ഇടയിലുള്ള വാല്യൂ തീറ്റയ്ക്ക് പകരം കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ അയാളെ ഒന്ന് ലിമിറ്റ് ചെയ്തു. ഇതിന്റെ ഇടയിലുള്ള ഈ വാല്യൂ തൊട്ട് ഈ വാല്യൂവിന് ഇടയിലുള്ള വാല്യൂസ് മാത്രം നിങ്ങൾ എടുത്താൽ മതി. അല്ലാതെ ഒന്നും എടുത്തു കൊടുത്ത് കൺഫ്യൂഷൻ ആക്കണ്ട. അങ്ങനെ നമ്മൾ -πയുടെയും പൈയുടെയും ഇടയിൽ ആ ലിമിറ്റ് ചെയ്ത ആ വാല്യൂസിനെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ARG ഓഫ് ഇസഡ്. ക്യാപിറ്റൽ ARG ആർഗ്യുമെന്റ് ആണ്, പക്ഷേ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആണ്. കണ്ടല്ലോ, ദാറ്റ് ഈസ് -π less than ARG of Z less than or equal to π. പക്ഷേ നമ്മുടെ സാധാരണ ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ ഇയാളുടെ കൂടെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റിന്റെ കൂടെ ±2nπ, അതായത് 2πയുടെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്താലും സബ്സ്ട്രാക്ട് ചെയ്താലും പ്രശ്നമില്ല. അയാൾ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. കണ്ടല്ലോ, അപ്പൊ ഇതാണ് ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഒരു റിലേഷൻ. ഇതാണ്. അതായത് ഇപ്പൊ ഒരു കോംപ്ലക്സ് നമ്പർ തന്ന് തീറ്റ തിരിച്ച് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, അയാളുടെ പെർട്ടിക്കുലർ ആംഗിൾ തിരിച്ച് പിടിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത്. ഓക്കെ, ഇതൊന്നും പഠിക്കേണ്ടതല്ല, എങ്കിലും ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. എന്താണ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റിന്റെയും ആർഗ്യുമെന്റും തമ്മിലുള്ള ഒരു റിലേഷൻ. ആർഗ്യുമെന്റ് ഇഷ്ടം പോലെ വാല്യൂസ് ഉണ്ടാവാം. അതായത് നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടിയാൽ അതിനെ 2πയുടെ മൾട്ടിപ്പിൾസ് കൊണ്ട് ആഡ് ചെയ്യും തോറും എന്താണ്, വീണ്ടും നിങ്ങൾക്ക് അത് തന്നെ കിട്ടുമെന്നല്ല, അതിന്റെ അതേ പ്രോപ്പർട്ടിയുള്ള വേറെ ആംഗിൾ ആയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ക്യാപിറ്റൽ ARG പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -180ന്റെയും 180ന്റെയും ഇടയിലുള്ള നേരത്തെ എഴുതിയ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ അവിടെ കാണും, അയാളെ എടുത്തെഴുതുക. അതാണ് ക്യാപിറ്റൽ ARG ഓഫ് ഇസഡ്. കഴിഞ്ഞു. പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നുമില്ല, പക്ഷെ അതൊന്ന് നോട്ട് ചെയ്യണമെന്ന് മാത്രം. ഓൾസോ അഗെയിൻ ഒരു കാര്യം കൂടെ, എന്ന് വെച്ചാൽ തീറ്റ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് ഇൻറ്റിജർ ഇസഡ് എന്ന ഇൻറ്റിജർ അല്ല, പോസിറ്റീവ് റിയൽ നമ്പർ. ആളൊരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. അതായത് x+i0, ഇതാണല്ലോ പോസിറ്റീവ് റിയൽ നമ്പറിന്റെ ഒരു ഫോം. x+i0 പോസിറ്റീവ് റിയൽ നമ്പർ. ഉറപ്പായിട്ടും പുള്ളിക്കാരൻ ഇവിടെ കിടക്കുകയായിരിക്കും. x പോസിറ്റീവ്, i0 ആണ്, അപ്പോ ഇവിടെ കിടക്കുകയായിരിക്കും. അപ്പോ ദിസ് പർട്ടിക്കുലർ z x ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? x ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ θ = 0 ആണ്. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ.
അതൊന്ന് നോട്ട് ചെയ്യണം. ആള് എക്സ് ആക്സിസിലെ ആൾ ഇവിടെയാണ് കിടക്കുന്നത്. എക്സ് ആക്സിസുമായിട്ട് അത് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ഈക്വൽ ടു 0 ആണ്. തീറ്റ ഈക്വൽ ടു 0 ആണ്. നോട്ട് ചെയ്തു. നൗ നെഗറ്റീവ് റിയൽ നമ്പർ. നെഗറ്റീവ് റിയൽ നമ്പർ ആണെന്ന് വിചാരിക്കാം. അതായത് -x+i0. -x+i0. ദേ നെഗറ്റീവ് റിയൽ നമ്പർ ഇവിടെ കിടക്കുകയായിരിക്കും. -x. ഇത് x -x. കണ്ടല്ലോ? ഇയാള് പെർട്ടിക്കുലർലി എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നത് ഈ ആംഗിൾ ആണ്. അതായത് പൈ ആണ്. പൈ 180 ഡിഗ്രി. അപ്പോ തീറ്റ ഈസ് ഈക്വൽ ടു പൈ. തീറ്റ ഈസ് ഈക്വൽ ടു പൈ. കണ്ടല്ലോ? അപ്പൊ നെഗറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു പൈ ആണ്. നൗ എന്താണ് പ്യുവർലി ഇമാജിനറി നമ്പർ. പ്യുവർലി ഇമാജിനറി നമ്പർ അതായത് റിയൽ പാർട്ട് ഇല്ലാത്ത നമ്പർ. റിയൽ പാർട്ട് ഇല്ലാത്ത നമ്പർ അതായത് iy റിയൽ പാർട്ട് ഇല്ലാത്ത നമ്പർ. റിയൽ പാർട്ട് ഇല്ലാത്ത നമ്പർ ആവുമ്പോൾ ഇവിടെ വരും അല്ലെ? iy ഇവിടെ വരും. ഇത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി അഥവാ π/2. തീറ്റ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി അഥവാ π/2. ഇനി ഇതിന്റെ നെഗറ്റീവ് ആണെങ്കിലോ -iy. അത് ദേ ഇവിടെ ആയിരിക്കും, താഴെ ആയിരിക്കും. -iy താഴെയായിരിക്കും. അപ്പൊ ഇയാളുടെ ആംഗിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് 90, 180, 270. 90, 180, 270. That is 3π/2. Theta is equal to 3π/2. Theta is equal to 3π/2. 3π/2 എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രിയാണ്. 270 ഡിഗ്രി ആണല്ലോ. 270 ഡിഗ്രി. നമുക്കൊരു സ്വഭാവമുണ്ട്. ഈ ആളെ എന്ത് ആംഗിൾ കിട്ടിയാലും ആളെ പ്രിൻസിപ്പൽ ആ റേഞ്ചില്ലേ, പ്രിൻസിപ്പൽ റേഞ്ച് -180ന്റെയും 180ന്റെയും ഇടയിലാണോ ഇരിക്കുന്നതെന്ന് നമ്മളൊന്ന് വെരിഫൈ ചെയ്യും. അങ്ങനെ എഴുതുന്നതാണ് നമ്മുടെ ഒരു ശീലം. ഓക്കെ, അപ്പൊ നമ്മൾ അതും കൂടെ ഒന്ന് നോക്കും. 270 എന്ന് പറയുമ്പോൾ -180ന്റെയും 180ന്റെയും ഇടയിലല്ല, 180നേക്കാൾ വലുതാണ്. 180നേക്കാൾ വലുതാണ് 270 ഡിഗ്രി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഈ 270 ഡിഗ്രിയിൽ പോകണമെങ്കിൽ ഇങ്ങനെയല്ലേ പോകുന്നത്? ഇങ്ങനെ പോണ്ട, നിങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് പോവുക. അപ്പോഴും ഇതേ ആംഗിൾ തന്നെ കിട്ടത്തില്ലേ? ഇവിടെ എത്തത്തില്ലേ? ഇവിടെ എത്തും. അതായത് 0 ഡിഗ്രിയിൽ നിന്ന് താഴോട്ട് നെഗറ്റീവിലോട്ട് 90 ഡിഗ്രി മാറും. 90 ഡിഗ്രി മാറി. അതായത് -π/2. അതായത് -π/2. -90 എന്ന് പറയുന്നത് -180യുടെയും 180യുടെയും ഇടയിലുള്ളതാണ്. അപ്പൊ ദിസ് ഇസ് ദ പ്രിൻസിപ്പൽ വാല്യൂ. കണ്ടല്ല? അപ്പൊ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്തത്. കണ്ടല്ല? -180ന്റെയും 180ന്റെയും ഇതിന്റെ ഇടയിൽ 180ന്റെ ഇടയിൽ എത്തിക്കാനാണ് നമ്മൾ നോക്കിയത്. ഈ ജോമെട്രിക്കലി നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ -3π/2ന്റെ കൂടെ -3π/2ന്റെ കൂടെ പ്ലസ് 3π/2ന്റെ കൂടെ -2π ആഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് -π/2 കിട്ടിക്കോളും. പ്രശ്നമില്ല. കണ്ടല്ല? ഇതാണ് മെത്തേഡ്. അപ്പൊ നമ്മൾ ഈ ആർഗ്യുമെന്റ് ഒക്കെ തിരിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യണമെന്ന് മാത്രം. പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ തീറ്റ 0 ആണ്. നെഗറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ തീറ്റ π ആണ്. പ്യുവർലി ഇമാജിനറി പാർട്ട് പോസിറ്റീവ് ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു π/2 ആണ്. പക്ഷേ ഇമാജിനറി പാർട്ട് നെഗറ്റീവ് ആണെങ്കിൽ തീറ്റ 3π/2. പക്ഷെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് -π/2. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം, പ്രിൻസിപ്പൽ ആർഗ്യുമെന്റിന്റെ കാര്യം.
കാണാതെ പഠിക്കുകയൊന്നും വേണ്ട പ്രിൻസിപ്പൽ ആർഗ്യുമെന്റിന്റെ ഡെഫിനിഷനും കാര്യങ്ങളും ഒന്നും. അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റിന്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാനുള്ളത് ഇറ്റ് ഈസ് ദ ആർഗ്യുമെന്റ് ബിറ്റ്വീൻ -π ആൻഡ് π. It is the argument of a complex number between -π and π. Okay, അത്രയും മതി, കഴിഞ്ഞു. ഇതൊരു കൺസെപ്റ്റ് ആണ്, കൺസെപ്റ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ കാര്യം ശരി. നമ്മൾ ഇനി നേരെ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പ്രോബ്ലം ഇതാണ്. എക്സ്പ്രസ് ഇൻ പോളാർ ഫോം. എക്സ്പ്രസ് ഇൻ പോളാർ ഫോം. പോളാർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Z is equal to 1 plus I. Z is equal to 1 plus I. ഇത് x plus iy ഫോമിലാണ്. x plus iy ഫോമിലാണ്. അപ്പോൾ x equal to 1, y equal to 1. x equal to 1, y is equal to 1. Therefore, r is equal to root of x square plus y square. r ന്റെ ഫോമിൽ ഏതാണല്ല, which is equal to root of 1 square plus 1 square, that is root of 2. That is equal to root of 2. R value കിട്ടി. ഇനി അടുത്ത tan theta is equal to y by x. ഇതാണല്ലോ അടുത്ത ഫോർമുല. അപ്പൊ നമ്മൾ which is equal to y എന്ന് പറയുന്ന 1 ആണ്, x എന്ന് പറയുന്ന 1 ആണ്. That is tan theta is equal to 1. Tan theta equal to 1. That is theta is equal to tan inverse of 1. Theta is equal to tan inverse of 1. Tan inverse of 1 എന്താണ് അറിയാം, π/4 ആണ് tan inverse of 1. Tan inverse of 1 π/4 ആണ്. Therefore, theta is equal to π/4 plus or minus 2nπ. π/4 plus or minus 2nπ. കാരണം അതിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൾട്ടിപ്പിൾ ഇങ്ങനെ 2nπ 2π ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും ഇതേ വാല്യൂ തന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതേ പ്രോപ്പർട്ടി ഉള്ള വാല്യൂ തന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ z. സോറി, z അല്ല, ആർഗ്യുമെന്റ്, സ്മോൾ ആർഗ്യുമെന്റ് ഓഫ് z. സ്മോൾ ആർഗ്യുമെന്റ് ഓഫ് z ഇയാളാണ്. Therefore, arg z എന്താണ്, പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്. പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഈ കൂട്ടത്തിലുള്ള -180യുടെയും 180യുടെയും ഇടയിലുള്ള ആംഗിൾ, അത് π/4 ആണ്. ആണല്ലോ, 45 മൈനസ് 180ന്റെയും 180ന്റെ ഇടയിലുള്ള വാല്യൂ ആണ്. Therefore, argument of z equal to π/4. ഈ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആണ് നമ്മൾ എടുക്കാറ്. പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആണ് നമ്മൾ ഉപയോഗത്തിന് എടുക്കാറ്. Therefore, z is equal to r e raised to I theta. R വാല്യൂ കിട്ടിയിട്ടുണ്ട്. R വാല്യൂ ഇത് എഴുതി വെച്ചു, √2 ആണ്. √2 into e raised to I, തീറ്റ വാല്യൂ π/4 ആണ്. തീറ്റ വാല്യൂ π/4 ആണ്. This is your polar form. Also ഇങ്ങനെ എഴുതാം, √2 into cos π/4 plus I sin π/4. പോളാർ ഫോമിൽ എഴുതി കഴിഞ്ഞു. ആർഗ്യുമെന്റ് കണ്ടുപിടിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രേ ഉള്ളൂ. കണ്ടല്ല, z ഈ വാല്യൂ ആണ്, കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, -4 plus 4i. -4 plus 4i ഇയാളെ എഴുതാം. അപ്പോ ഓഫ് കോഴ്സ് x is equal to -4 ആണ്, y is equal to 4 ആണ്. Therefore, r is equal to root of x square plus y square. That is equal to root of -4 square plus 4 square, which is equal to root of 16 plus 16. Root of 16 plus 16. അതല്ല, which is equal to root of 32. Root of 32. ഈ 32ന്റെ റൂട്ട് എഴുതാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. 32നെ എന്താണ് ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2, 16, 2, 8, 2, 4,
2 2 പെയർ ചെയ്യുമ്പോൾ ഇത് 2 സ്ക്വയർ 2 സ്ക്വയർ 2 സ്ക്വയർ 2 സ്ക്വയർ റൂട്ടിന്റെ വെളിയിൽ ഇടുമ്പോൾ 2 into 2 ആവും 4. ബാക്കി 2 മാത്രം ബാക്കി. therefore 4 root 2. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. 4 root 2 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ root of 32 equal to 4 root 2. R value കിട്ടി. Now we will go for tan theta. Tan theta equal to y by x. That is 4 by minus 4. That is minus 1. Therefore, theta is equal to tan inverse of minus 1. പക്ഷേ ഈ tan inverse minus theta ക്ക് ഒരു ഫോർമുല ഉണ്ട്. tan inverse minus theta is equal to minus tan inverse theta. അതായത് ആ മൈനസ് പുറത്തേക്ക് വരും. മൈനസ് tan inverse of theta ഇത് ഇയാളുടെ ഒരു tan inverseന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. Therefore, this will be minus tan inverse of 1. Tan inverse of 1 എന്താണെന്ന് അറിയാം. pi by 4 ആണ്. പുറത്തൊരു മൈനസ് ഉണ്ട്. minus pi by 4. Also plus or minus 2n pi. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. plus or minus 2n pi. ഓക്കെ, ആർഗ്യുമെന്റ് ക്യാപിറ്റൽ ആർഗ്യുമെന്റ് എടുക്കുമ്പോൾ ക്യാപിറ്റൽ ആർഗ്യുമെന്റിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. മൈനസ് 180ന്റെയും 180ന്റെ ഇടയിലുള്ള വാല്യൂ എടുക്കണം. ഇടയിലുള്ള വാല്യൂ എടുക്കണം. മൈനസ് 5/4 എന്ന് പറഞ്ഞാൽ മൈനസ് 45 ആണ്. അയാള് മൈനസ് 180ന്റെയും 180ന്റെ ഇടയിലുള്ള വാല്യൂ ആണ്. പ്രശ്നമില്ല. അതുകൊണ്ട് that will be minus 5/4. അപ്പൊ നമ്മുടെ ആർഗ്യുമെന്റ് കിട്ടി. അതായത് നമ്മുടെ തീറ്റ കിട്ടി. തീറ്റയും കിട്ടി, r കിട്ടി. Therefore, z is equal to r e raised to I theta, which is equal to r ന് പകരം 4 root 2 e raised to I into തീറ്റയ്ക്ക് പകരം minus pi/4, which can be also written as 4 root 2 into cos minus pi/4 plus I sin minus pi/4. വേണമെങ്കിൽ ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടെ ചെയ്യാം. എന്താണ്? cos മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. അറിയാലോ. അപ്പൊ അത് വെച്ചിട്ട് ഇയാളെ cos pi/4 എന്നാക്കാം. കോസ് മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. അതുകൊണ്ട് ഇയാളെ cos pi/4 എന്നാക്കാം. സൈൻ മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. മൈനസ് പുറത്തേക്ക് വരും. ഇവിടെ മൈനസ് ഇല്ലാതെയാകും, ഇവിടെ മൈനസ് പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ മൈനസ് പുറത്തേക്ക് വരുമ്പോ ഇവിടെ മൈനസ് I സൈൻ pi/4 എന്നാവും. കണ്ടല്ല. അപ്പൊ ഇതാണ് നിങ്ങളുടെ പോളാർ ഫോം. ഇവിടെ ചെയ്തൊരു അഡ്ജസ്റ്റ്മെന്റ് നോക്കുക. എന്താണ് സംഭവിച്ചത്? മൈനസ് pi/4 കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ സൈൻ മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അത് ഉപയോഗിച്ചാണ് നമ്മൾ എഴുതിയത്. കണ്ടല്ല, അത്രമാത്രം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പോളാർ ഫോമിലേക്ക് എഴുതാവുന്നതേ ഉള്ളൂ. Now note z is equal to r e raised to I theta. ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഇസ് r cos theta plus I sin theta ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ പുതിയൊരു നമ്പർ എടുക്കുന്നു. വേറൊരു കോംപ്ലക്സ് നമ്പർ ആണ്. സേ z1 എന്ന് മാർക്ക് ചെയ്യണേ. r e raised to I തീറ്റയ്ക്ക് പകരം ഞാൻ മൈനസ് തീറ്റ കൊടുത്തു. അവിടെ ഓക്കെ, എന്ത് സംഭവിക്കും നോക്കാം. Therefore, that will be like r cos theta
ആർ കോസ് തീറ്റ, സോറി കോസ് തീറ്റ അല്ല, കോസ് മൈനസ് തീറ്റയാണ്. ആർ കോസ് ഓഫ് മൈനസ് തീറ്റ പ്ലസ് ഐ സൈൻ മൈനസ് തീറ്റ. സൈൻ മൈനസ് തീറ്റ സംഭവിക്കുമല്ലോ. ഇവിടെ പറഞ്ഞ പോലെ കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. ആർ കോസ് തീറ്റ, ആർ കോസ് തീറ്റ. പിന്നെ സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. മൈനസ് പുറത്തേക്ക് വരും, അതുകൊണ്ട് മൈനസ് ഐ സൈൻ തീറ്റയാവും. മൈനസ് ഐ സൈൻ തീറ്റയാവും. കണ്ടല്ലോ, ആർ കോസ് തീറ്റ മൈനസ് ആർ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാവും. കണ്ടല്ലോ, ഇവിടുന്ന് ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഇയാളുടെ പോളാർ ഫോമിനെ തിരിച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എക്സ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും y ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റയും ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന വാല്യൂ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ആർ കോസ് തീറ്റ y ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ ആണെന്ന്. ഇവിടെ ഞാൻ ഇയാളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആർ കോസ് തീറ്റ മൈനസ് ഐ ആർ സൈൻ തീറ്റ, മൈനസ് ഐ ആർ സൈൻ തീറ്റ എന്നാവും. ആർ കോസ് തീറ്റയ്ക്ക് പകരം എക്സ് കൊടുക്കാം, ആർ സൈൻ തീറ്റയ്ക്ക് പകരം y കൊടുക്കാം. അതായത് എക്സ് മൈനസ് ഐ വൈ, എക്സ് മൈനസ് ഐ വൈ. നിങ്ങളുടെ ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആയിരുന്നു. അയാളെയാണ് പോളാർ ഫോമിൽ നമ്മൾ എഴുതിയത്. പക്ഷേ Z1, അതായത് തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് എക്സ് മൈനസ് ഐ വൈ വന്നു. അതായത് ഇസഡിന്റെ കോൺജുഗേറ്റ് ആണ് വന്നത്. ഇസഡിന്റെ കോൺജുഗേറ്റ് ആണ് വന്നത്. അതായത് Z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, നിങ്ങൾക്ക് അറിയാവുന്ന കോംപ്ലക്സ് നമ്പർ, അയാളുടെ പോളാർ ഫോം ഞാൻ എഴുതി. എന്നിട്ട് തീറ്റയ്ക്ക് പകരം ചുമ്മാ ഞാൻ മൈനസ് തീറ്റ കൊടുത്തിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എക്സ് മൈനസ് ഐ വൈ വന്നു. അതായത് ഇസഡിന്റെ കോൺജുഗേറ്റ് ആണ് വന്നത്. ഇസഡിന്റെ കോൺജുഗേറ്റ് ആണ് വന്നത്. കണ്ടല്ലോ, അതായത് പോളാർ ഫോമിൽ തീറ്റയ്ക്ക് പകരം നിങ്ങൾ മൈനസ് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കിട്ടും. എന്താണ് പോളാർ ഫോമില് നിങ്ങൾ തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് ആൻസർ ആയി കിട്ടും. കോൺജുഗേറ്റ് ആൻസർ ആയി കിട്ടും. ദാറ്റ് ഇസ് നോട്ട് let z is equal to r e raised to I theta, r e raised to I theta. Then z conjugate is equal to r e raised to I into minus theta, r e raised to I into minus theta. കണ്ടല്ലോ, അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്, പോളാർ ഫോമിലാണെന്ന് വിചാരിച്ചോ. ആളുടെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ കൊടുത്താൽ മാത്രം മതി. തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ കൊടുത്താൽ മാത്രം മതി. കണ്ടല്ലോ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ എന്താണ് ആർഗ്യുമെന്റ് 30 ഡിഗ്രി ആണെങ്കിൽ അയാളുടെ കോൺജുഗേറ്റിന്റെ ആർഗ്യുമെന്റ് ചോദിച്ചാൽ മൈനസ് 30 ഡിഗ്രി. മനസ്സിലായല്ല? അതുപോലെ അപ്പോൾ Z r e raised to I theta ആണെങ്കിൽ അയാളുടെ കോൺജുഗേറ്റിന്റെ പോളാർ ഫോം r e raised to I into minus theta. അതൊന്ന് നോട്ട് ചെയ്യുക. പോളാർ ഫോമിന്റെ ഒരു പ്രത്യേകതയാണ്. പോളാർ ഫോമിന്റെ പ്രത്യേകതയായിട്ട് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പ്രോബ്ലത്തിന്റെ. നൗ നെക്സ്റ്റ് പ്രോബ്ലം വീണ്ടും എന്താണ് പോളാർ ഫോമിൽ എഴുതാനായിട്ടാണ്. പോളാർ ഫോമിൽ എഴുതാനുള്ള ഫോമാണ് √2 plus I by 3 divided by minus √8 minus 2 by 3i. ഇയാളെ പോളാർ ഫോമിൽ എഴുതാനാണ് ക്വസ്റ്റ്യൻ. പോളാർ ഫോമിൽ എഴുതണം. ഒബ്വിയസ്ലി എക്സ് പ്ലസ് ഐ വൈ ഫോമിലല്ല ആൾ ഇരിക്കുന്നത്. എക്സ് പ്ലസ് ഐ വൈ ഫോമിലായിരുന്നുവെങ്കിൽ നമുക്ക് എഴുതാമായിരുന്നു. എന്താണ്, നേരെ ഫോർമുലയിൽ കൊടുത്ത് കാര്യങ്ങളെ കണ്ടുപിടിക്കാമായിരുന്നു. ഇത് എക്സ് പ്ലസ് ഐ വൈ ഫോമിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് എക്സ് പ്ലസ് ഐ വൈ ഫോമിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റണമെന്ന് നിങ്ങൾക്ക് അറിയാം. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പൊ ഞാൻ അതിലേക്ക് പോവുകയാണ്. √2 plus I by 3 by minus √8 minus 2 by 3i.
കോൺജുഗേറ്റ്. ഇയാളുടെ കോൺജുഗേറ്റ് -√8 + 2/3i ആണ്. -√8 + 2/3i. അതുപോലെ -√8 + 2/3i + 2/3i മൾട്ടിപ്ലൈ ചെയ്യാം. That will be √2 into -√8 is equal to -√8 into 2 16. √2 into e value plus 2√2/3 plus 2√2/3 into i. ഇനി ഈ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -√8/3 into i. -√8/3 into i. അടുത്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐയും ഐയും കൂടെ -1 ആവും. അങ്ങനെ -2/3 ആവും. -2/3 ആവും. പിന്നെ അതിനുശേഷം ഡിവൈഡഡ് ബൈ ഈ വാല്യൂ അറിയാം. ഒരു കോംപ്ലക്സ് നമ്പറിനെ അയാളുടെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x² അതായത് -√8² + y² that is 2/3² കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു കോംപ്ലക്സ് നമ്പറിനെ അയാളുടെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കോംപ്ലക്സ് നമ്പർ ഇൻടു വിച്ച് കോൺജുഗേറ്റ് ഇസ് x² + y². അതാണ് ഞാൻ ചെയ്തത്. ഓക്കെ. നൗ √16 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 16ന്റെ √4 ആണ്. therefore 4. പിന്നെ പ്ലസ് 2√2/3 into i. പിന്നെ √8 ആണ് വന്നത്. √8 നിങ്ങൾക്കറിയാം 4 into 2 ആണ്. 4 into 2 √4 into 2. 4 എന്ന് പറയുന്നത് അയാളുടെ √2 ആണ്. therefore 2 into √2 ആവും. 2 into √2 ആവും. അപ്പൊ ഇയാളെ ഞാൻ 2 into √2 എന്ന് എഴുതി. √8നെ 2 into √2 divided by 3 into i. Again -2/3. -2/3 divided by ഒരു ചെറിയ പ്രശ്നമുണ്ട്. i/3 into 2/3i അല്ലേ? iയും iയും -1 ആവും. 1/3 into 2/3 2/9 ആണ് കേട്ടോ. 2/9 ആണ്. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. 2/9 ആണ്. 2/9 ഇവിടെയും 2/9 ആണ്. ഓക്കെ, 2/9 അതൊന്ന് നോക്കാം. ഇനി √8 the whole square 8 മൈനസ് പോകും. പിന്നെ 2/3 the whole square 2യുടെ സ്ക്വയർ 4 3യുടെ സ്ക്വയർ 9. ഇത് പ്ലസ് വാല്യൂ ഇത് മൈനസ് വാല്യൂ രണ്ടും ക്യാൻസൽ ആയി പോകും. പിന്നെ -4 -2/9 -4 -2/9 that will be -4 into 9 -2 the whole divided by 9 divided by താഴെ 8 into 9 plus 4 divided by 9. That will be like solve ചെയ്യുമ്പോൾ -36 -2 that will be -38 divided by 8 into 9 72 72 plus 4 76 72 plus 4 76. That will be -1/2 -1/2 സോൾവ് ചെയ്തു. -1/2. അതായത് ദേ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന കോംപ്ലക്സ് നമ്പർ യഥാർത്ഥത്തിൽ -1/2 ആണെന്ന്. -1/2നെ വളരെ കോംപ്ലക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത രീതിയാണ് നിങ്ങൾ മുകളിൽ കണ്ടത്. അപ്പോ നിങ്ങൾ ആദ്യം കാണുന്ന പോലെ അത്ര വലിയ പ്രശ്നക്കാരനായിരിക്കൂല സോൾവ് ചെയ്ത് വരുന്ന ആള്. നിങ്ങൾ ആദ്യം കണ്ടതുപോലെ വലിയ പ്രശ്നക്കാരനായിരിക്കൂല. ആളെന്താണ്? -1/2 ആണ്. -1/2 ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആളിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്തു. നമ്മുടെ ക്വസ്റ്റ്യൻ √2 + i/3 divided by -18 -2/3i എന്ന് പറയുന്നത് -1/2 ആണ്. -1/2 plus 0i. -1/2 plus 0i. അതായത് നെഗറ്റീവ് റിയൽ നമ്പർ ആർഗന്റ് പ്ലെയിനിൽ എവിടെ കിടക്കുന്നു? നെഗറ്റീവ് റിയൽ നമ്പർ ഈ ആക്സിൽ കിടക്കുന്നു. അപ്പോ ആംഗിൾ എത്രയാണ്? പൈ അല്ലേ? പൈ ആണ് ആംഗിൾ. θ = π.
തീറ്റ ഈക്വൽ ടു പൈ. ഇവിടെ മാത്രം ഞാൻ വേറെ രീതിയിൽ വെറുതെ ഫിഗർ വരച്ച ആൻസറിൽ എഴുതി. നിങ്ങൾ അതൊന്ന് നോക്കണം. ഓക്കെ, ഫിഗർ വരച്ച ആൻസർ എഴുതി. കാരണം പണി കിട്ടാൻ സാധ്യതയുണ്ട് അല്ലാതെ ചെയ്യുമ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ വേണം നോക്കിക്കോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ എഴുതിയെന്ന് നിങ്ങൾ നേരിട്ട് എഴുതി നോക്കുമ്പോൾ എന്താണ് പ്രശ്നം വരുന്നത് നിങ്ങൾ നോക്കാം. ഇവിടെ ഇതുപോലെ എന്താണ് റിയൽ നമ്പർ, നെഗറ്റീവ് റിയൽ നമ്പർ, പ്യുവർലി ഇമാജിനറി, നെഗറ്റീവ് ഇമാജിനറി അതൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഫിഗർ വരച്ച് ആൻസർ എഴുതുക. അതൊന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ തെറ്റും. അതുകൊണ്ടാണ്. അപ്പൊ തീറ്റ ഈക്വൽ ടു പൈ. ഇനി ആറല്ലേ വേണ്ടത്? 6 which is equal to root of -1/2 square plus 0 square. -1/2 square plus 0 square. That is root of 1/4. That is 1/2. R is equal to 1/2. Therefore, നിങ്ങളുടെ Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഇതാണ്. Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ R 1/2 e raised to I into theta pi ആണ്. Which is equal to 1/2 cos pi plus I sin pi. This is the polar form representation. നിങ്ങൾ വേണമെങ്കിൽ ആർഗ്യുമെന്റ് സാധാരണ രീതിയിൽ നോക്കുമ്പോഴേ tan theta equal to y by x ആണല്ലോ. y 0 ആണ്. x എന്ന് പറയുന്നത് -1/2 ആണ്. അതായത് tan theta equal to 0 എന്ന് കിട്ടും. Therefore theta equal to tan inverse 0 എന്ന് കിട്ടും. ഈ tan inverse 0 എന്ന് പറഞ്ഞാൽ 0 ആണ് കേട്ടോ. tan inverse 0 ആണ്. അതായത് ഉണ്ടാക്കുന്ന ആംഗിൾ 0 ഡിഗ്രി ആണെന്ന്. x ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 0 ഡിഗ്രി ആണെന്ന് നിങ്ങളൊന്ന് നോക്കുക. ഈ 0 ഡിഗ്രി ആണെങ്കിൽ ഈ ആക്സിസ് അല്ലേ 0 ഡിഗ്രി ഉണ്ടാക്കുന്നത് ഈ ആക്സിസ് അല്ലേ. അതായത് നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഇവിടെ കിടക്കണം. അങ്ങനെ ഇരിക്കുമോ കോംപ്ലക്സ് നമ്പർ? -1/2 ഇപ്പുറത്തുള്ളതല്ലേ, ഇവിടെ അല്ലല്ലോ, പോസിറ്റീവിലല്ലല്ലോ, നെഗറ്റീവിലല്ലേ ഉള്ളത്. നെഗറ്റീവിലാണുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. കണ്ട? ഓക്കെ, there is a confusion. കണ്ട? ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്യുവർലി ഇമാജിനറി, നെഗറ്റീവ് ഇമാജിനറി, പിന്നെ എന്താണ് പോസിറ്റീവ് റിയൽ, നെഗറ്റീവ് റിയൽ പോലെയുള്ള ആൾക്കാരെ ആ ഫിഗർ വരച്ചൊന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട്. തെറ്റും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യണം. Now, next question. -4 plus 19i by 2 plus 5i. 4 plus 19i by 2 plus 5i. ശരി, അപ്പൊ നമ്മളത് സോൾവ് ചെയ്യാൻ പോകുന്നു. ആസ് യൂഷ്വൽ നമ്മുടെ പോളാർ ഫോം റെപ്രസെന്റേഷൻ, നമ്മുടെ എന്താണ് സാധാരണ x plus i by x റെപ്രസെന്റേഷൻ എഴുതണം. അതിനുവേണ്ടി കോൺജുഗേറ്റ് കൊണ്ട്, ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 plus 5i ആണ്. 2 plus 5i യുടെ കോൺജുഗേറ്റ് 2 minus 5i ആണ്. 2 minus 5i മൾട്ടിപ്ലൈ ചെയ്യുന്നു. -4 into 2 -8, -4 into -5 plus 20 into I, -19 into 2 is 38 plus 38 into I, പിന്നെ 19 into 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 95 ആണ്. 19 into 5 95 ആണ്. പിന്നെ ഒരു മൈനസ് ഉണ്ട്. പിന്നെ ഐയും കൂടെ ചേരുമ്പോൾ വേറൊരു മൈനസ് ഉണ്ട്. അതും കൂടെ ചേർന്ന് +95 ആണ്. +95. ഇത് a number into its conjugate, a complex number into conjugate, that is x square plus y square. x square plus y square. That will be like -8 plus 95 എന്ന് പറയുമ്പോൾ എത്ര വരും? 87 വരും. 87. 20 plus ഇത് 58 ആയി. Divided by 2 square plus 5 square is 29. Yes, 29. കണ്ടല്ലോ, 29 ആണ് ആ വാല്യൂ.
നെക്സ്റ്റ് ഇനി നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 87 എന്ന് പറയുമ്പോൾ 29 into 3 ആണ്. 29 into 3. 3 plus 58 എന്ന് പറയുമ്പോൾ 28 into 2 ആണ്. അതുകൊണ്ട് 2i ആണ്. ഇതാണ് നിങ്ങളുടെ കോംപ്ലക്സ് നമ്പർ. 3 plus 2i. 3 plus 2i ആണ് നിങ്ങളുടെ കോംപ്ലക്സ് നമ്പർ. കണ്ടല്ലോ? Therefore, x value is equal to 3, y value is equal to 2. X value is equal to 3, y value is equal to 2. Therefore, r value is equal to root of 3 square plus 2 square. That is root of 13. And tan theta is equal to y by x. Y is 2, x is 3. 2 by 3. ഇതിന്റെ വാല്യൂ ഒന്നും നമുക്ക് കാര്യമായിട്ട് അറിയില്ല. കാൽക്കുലേറ്റർ നോക്കാം. 2 by 3 tan inverse ഒന്നും നമുക്ക് അറിയാത്ത കാര്യമാണ്. Theta is equal to tan inverse 2 by 3. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.588 എന്ന് കിട്ടും. 0.588 എന്ന് കിട്ടും ചെയ്യുമ്പോൾ. കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, കാൽക്കുലേറ്റർ ചെയ്താൽ മതി. Therefore, തീറ്റയും കിട്ടി, ആറും കിട്ടി. Therefore, z is equal to r e raised to I theta. R e raised to I theta. R value root of 13. E raised to I into theta value 0.588. 0.588, which is equal to root 13 into cos 0.588 plus I into sin 0.588. And we are done. ഇതാണ് വാല്യൂ. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. tan inverse 2 by 3. tan 2 by 3യുടെ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടല്ലോ. 2 by 3 അറിയത്തില്ല. അപ്പൊ നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സാധാരണ z is equal to xy ഫോമിൽ x plus iy ഫോമിൽ തന്നു കഴിഞ്ഞാൽ കോംപ്ലക്സ് ഫോമിലേക്ക്, അതായത് എന്താണ് പോളാർ ഫോമിലേക്ക് മാറ്റുന്ന പ്രോസസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.